അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷാഫിയുടെ ജീവിതം ഓരോ ഗൾഫുകാർക്കും പാഠമാണ്. ചെറുപ്രായത്തിൽ തന്നെ ഷാഫി വിദേശത്തായിരുന്നു ജോലി. നാട്ടിൽ വന്ന് ഒരു കല്യാണം കഴിഞ്ഞ് നല്ലൊരു ജീവിതം നയിക്കണമെന്നെല്ലാം ഷാഫിയുടെ വലിയ മോഹമായിരുന്നു. അതും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണമെന്നായിരുന്നു ഷാഫിയുടെ ജീവിതം. ഓരോ ഗൾഫിൽ ജോലി ചെയ്യുന്നവർ അറിയേണ്ടതാണ്, നാം അവിടെ കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും നമ്മുടെ ലോകമെന്ന് പറയുന്നത് നമ്മുടെ ഭാര്യ മക്കളാണ്. ഷാഫി നാട്ടിൽ വന്നു ഒരുപാട് ആലോചന നോക്കി. അതിൽ ഏറ്റവും സുന്ദരിയായ പെണ്ണ്, വളരെ മനോഹരമായ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം ഷാഫിയുടെ ജീവിതം ഭാര്യയെ സന്തോഷിപ്പിക്കലായിരുന്നു. ഭാര്യയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യും. അവളുടെ സന്തോഷത്തിന് വേണ്ടി കടം വാങ്ങിയിട്ട് പോലും അവളെ സന്തോഷിപ്പിക്കും. വീണ്ടും ജീവിതം ഗൾഫിൽ തുടരുകയാണ്. സന്തോഷകരമായ ജീവിതം. ഭാര്യയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നാട്ടിലേക്ക് അയക്കും. അങ്ങനെ അവർക്കൊരു പെൺകുഞ്ഞ് പ്രസവിച്ചു. പിന്നെ ആ പെൺകുഞ്ഞുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനും അവളെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു അവരുടെ സന്തോഷം. പാവം ചെറുപ്രായത്തിൽ തന്നെ ഗൾഫിൽ പോയ ഷാഫി അവിടെ ജീവിതം കഷ്ടപ്പാടാണെങ്കിലും ഒരു കഷ്ടപ്പാടും വീട്ടിലേക്ക് അറിയിച്ചില്ല. എൻ്റെ ഭാര്യ മക്കൾ ഇതൊന്നും അറിയാൻ പാടില്ല എന്ന്. ചെറുപ്രായത്തിൽ പെങ്ങന്മാരുണ്ടായിരുന്നു, അവരെ നിക്കാഹ് കഴിച്ചു കൊടുത്തു, അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. വീണ്ടും കല്യാണം കഴിഞ്ഞ് പിന്നെ ഷാഫിക്ക് മക്കളുണ്ടായി. ആ 2 പെൺകുട്ടികളാണ് ഷാഫിക്കുണ്ടായിരുന്നത്. ഷാഫിയുടെ അനുഭവം പറയുന്നുണ്ട്. അങ്ങനെ ആദ്യ മൂത്ത മോളെ വിവാഹം കഴിക്കുന്ന സമയത്ത് നല്ല സാമ്പത്തികമായ അത്യാവശ്യം ഷാഫിക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട്. വളരെ മനോഹരമായി നല്ല പവൻ സ്വർണമൊക്കെ നൽകി വിവാഹം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തുള്ള മകളുടെ വിവാഹത്തിനെത്തുമ്പോഴേക്കും ഷാഫിയുടെ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലേക്ക് വരേണ്ട ഒരവസ്ഥയായി. വീട്ടിലേക്ക് അയച്ച പണമോ ഒന്നും ഇവിടെ ഒന്നും സേവിങ് ഇല്ല. എല്ലാം അന്ന് കിട്ടുന്ന ശമ്പളം എല്ലാം വീട്ടിലേക്ക് അയച്ചു. വീട്ടുകാരെ സന്തോഷിപ്പിക്കലായിരുന്നു. ആദ്യത്തെ മകളുടെ വിവാഹമാണെങ്കിൽ ജോലിയുള്ളത് കൊണ്ട് കടമെല്ലാം വാങ്ങി നല്ല മനോഹരമായ വിവാഹം കഴിച്ചു. രണ്ടാമത്തെ മകളുടെ വിവാഹത്തിൻ്റെ സമയത്ത് സാമ്പത്തികമായി ഒന്നുമില്ല. എന്നാൽ മകൾ, അതുപോലെ കുടുംബം, ഭാര്യ ഷാഫിയെ മെല്ലെ വെറുക്കാൻ തുടങ്ങി. കാരണം ഒരു പ്രയോജനവുമില്ലല്ലോ. ഇപ്പോൾ ജോലിയില്ല, കൂലിയില്ല. ഇവർക്ക് നൽകിയ സ്നേഹവും പരിഗണനവും, അതുപോലെ പെങ്ങന്മാർക്ക് നൽകിയ സ്നേഹവും പരിഗണനവും ഒന്നും കിട്ടുന്നില്ല. ഒറ്റപ്പെടുന്നുണ്ട് എന്ന് ഷാഫി സ്വയം അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ മകളുടെ വിവാഹം ആ വീടിൻ്റെ ആധാർ പണയം വെച്ചുകൊണ്ടാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അവസാനം വീട് ജപ്തിയിലേക്ക് വരുന്നു. വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ് കടന്നു പോകുന്നത്. ജപ്തിയിലേക്ക് വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ മൂത്ത മകളുടെ അരികിൽ പോയി പറയുന്നു, മോളെ, സംഭവം ഇങ്ങനെയാണ്, വീട് നഷ്ടപ്പെടുകയാണ്, എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു, പാപ്പാ, ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കരുത്. കാരണം ഇത് വലിയ പ്രശ്നമാവും, കുടുംബം ഇവിടെ തകരും. അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും വാപ്പനോടൊന്നും ചോദിക്കരുത്. അങ്ങനെ രണ്ടാമത്തെ മകളുടെ അരികിൽ പോയി അവളെ പിന്നെ വിവാഹം കഴിച്ചു കൊടുത്ത് കടമുണ്ടാക്കി വിവാഹം അതേ മകൾക്ക്, ആദ്യത്തെ മകൾക്കിട്ട സ്വർണം പോലെ രണ്ടാമത്തെ മകളിലേക്ക് സ്വർണം ഇട്ട് വിവാഹം കഴിച്ചു കൊടുത്ത് രണ്ടാമത്തെ മകളും വാപ്പയെ അവഗണിക്കുകയാണ്. വേറെ ഒരു വഴിയില്ലാതെ അവസാനം വീട് ജപ്തി ചെയ്തു. ആ ഭാര്യയും ഭർത്താവും വീട്ടിൽ നിന്ന് പുറത്തായി. ഉമ്മയെ മക്കൾ സ്വീകരിച്ചു, ബാപ്പയെ ആര് സ്വീകരിക്കും? ഒറ്റപ്പെട്ട് വൃദ്ധസദനയിൽ ഷാഫിയുടെ ജീവിതം അങ്ങ് തുടരുകയാണ്. നോക്കൂ, അവസാനം മരിക്കുമ്പോൾ പോലും വല്ലാത്ത ദുഃഖമാണ്. മക്കൾ ഒരു നോക്ക് കാണാൻ പോലും വന്നില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗൾഫിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ
ഞാൻ വിവാഹം കഴിക്കുമ്പോൾ പാവപ്പെട്ടെന്ന് പെണ്ണ് പറഞ്ഞ് വിവാഹം കഴിക്കും. അവളെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി അവൾക്ക് എന്താണ് ലളിത ജീവിതം ഒന്നും പഠിപ്പിക്കില്ല. നമ്മുടെ ഉമ്മമാരാണെങ്കിൽ ഒരു ഡ്രസ്സ് എടുത്താൽ അടുത്ത ഡ്രസ്സ് എടുക്കണമെങ്കിൽ അത് കീറി പറഞ്ഞു പോയാലേ വീണ്ടും ഒരു ഡ്രസ്സ് എടുക്കുകയുള്ളൂ. അങ്ങനെയല്ലല്ലോ നമ്മുടെ ഭാര്യമാർ, പെൺമക്കൾ. ഓരോ വിവാഹം ചടങ്ങിന് ഓരോ ഡ്രസ്സാണ്, ഓരോ കല്യാണത്തിന് പോകുമ്പോൾ ഓരോ ബുർഖമാണ്. അവർക്ക് ഓരോന്നിനും ഓരോന്നെടുത്ത് അവരിങ്ങനെ സുഖിപ്പിച്ച് അവർ മൊബൈലിലിരുന്ന് പല വീഡിയോസും റീൽസും കണ്ട് അവരുടെ ജീവിതം ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. പാവപ്പെട്ട ഒരു മനുഷ്യൻ ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് അവർ തിരിച്ചറിയുന്നേയില്ല. ഈ ആസ്വാദ്യകരമായ ജീവിതത്തിൽ വാപ്പയുടെ കഷ്ടപ്പാടെന്നൊന്നും അറിയുന്നില്ല. വാപ്പ ഒന്ന് ഫോൺ വിളിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇപ്പൊന്നും അത്ര നല്ല പണിയൊന്നുമില്ല മോളെ എന്ന് പറയുമ്പോൾ ആ ഭാര്യ പറയുന്ന വാക്കതല്ല. അടുത്താണ് ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണം. ഇവൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഭാര്യയുടെ വാക്ക് മറ്റൊന്നാണ്. അടുത്തതാണ് അനുജത്തി മോളുടെ വിവാഹം കുടിയിരിക്കൽ. ഇതിനൊക്കെ പണം വേണം എന്ന രീതിയിലാണ്. എന്നാലും ആ പ്രിയപ്പെട്ട ഭർത്താവ് അല്ലെങ്കിൽ വാപ്പ എൻ്റെ മക്കൾ എൻ്റെ ഈ കഷ്ടപ്പാട് അറിയരുത് എന്ന് ആ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യും. അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം, അവർ അവിടെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവരവസാന വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടേതായ ഒരു പണം നിങ്ങൾ സ്വരൂപിച്ച് വെച്ചാൽ അവസാന വീട്ടിൽ കിടന്നുറങ്ങി അവർക്കാരും താങ്ങും തണനുമില്ലാതിരിക്കുമ്പോൾ ഇതാ ഇക്ക നിങ്ങൾ സമ്പാദിച്ചെന്ന ഒരു തുക ഇതാ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടാകുന്നറിയോ? അള്ളാഹുവിനടുക്ക് എത്ര പ്രതിഫലം ഉണ്ടാകുന്നറിയോ? അവൻ അയച്ച പണങ്ങളെല്ലാം ജോലി ചെയ്ത് തൻ്റെ ജീവിതം നശിപ്പിക്കുന്ന സഹോദരിമാർ എത്രയോ സഹോദരിമാരുണ്ട്. ചില സഹോദരിമാരാണെങ്കിൽ അവരെ കാമുകന്മാർക്ക് ഇഷ്ടം പോലെ പണം അയച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കയ്യും കണക്കും ഒന്നുമില്ലാതെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. എത്ര എത്ര കുടുംബങ്ങളാണ് പ്രയാസത്തിൽ. ഷാഫിയുടെ വിശാലമായ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ ഒരാളുടെ അനുഭവമല്ല, എത്ര അനുഭവങ്ങളാണ് അല്ലേ? പാവപ്പെട്ട ചെറുപ്പക്കാർ, ജോലി ഒന്നില്ലാതെ ചെറിയ ജോലിയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ ഇന്ന് കല്യാണത്തിൻ്റെ പേരിൽ നടക്കുന്ന പല പേക്കൂത്തുകൾ കൊണ്ട് വിവാഹം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ സഹോദരിമാർ രംഗത്ത് വരണം. സഹോദരിമാർ ലളിതമായ ജീവിതം ഇഷ്ടപ്പെടണം, ലളിതമായ കല്യാണം അവർ ഇഷ്ടപ്പെടണം. അവർക്കറിയില്ല പാവപ്പെട്ടവർ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭാര്യയായി വരുന്നവൾ, അവൾക്കൊന്നും കുറവ് വന്നു പോകരുത് എന്നവർ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ ഇക്ക ഇതൊന്നും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിലൂടെ നമ്മുടെ മക്കളെയും ഭാര്യമാരെ സുഖിപ്പിക്കുന്നതിന് പകരം അവർക്ക് എന്താണ് ലളിത ജീവിതം, എന്താണ് അധ്വാനം, എന്താണ് കഷ്ടപ്പാട് എന്നതിനെക്കുറിച്ച് തിരിച്ച് അവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കൽ, ജീവിതത്തിൻ്റെ പാഠം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാതെ അവരെ സുഖിപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ അവസ്ഥയും നാളെ വൃദ്ധസദനമായിരിക്കും. ഇപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടല്ലേ, നമുക്ക് സമ്പത്തുണ്ടല്ലേ, നമുക്കിപ്പോൾ എന്തും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും. അപ്പോൾ ഞങ്ങളെല്ലാം ഉപയോഗിക്കും. അവസാനം നാം ഒന്നിനും വേണ്ടാതിരിക്കുമ്പോൾ എല്ലാം അവസാനിക്കും. നമ്മുടേതായ എന്തെങ്കിലും ഒന്ന് സേവിങ്സ് തീർച്ചയായും ഉണ്ടായിരിക്കണം. ഓരോ വിദേശത്തിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർ, മക്കളുടെ അവസ്ഥ എങ്ങനെയാണ്? വലിയ കഷ്ടപ്പാടാണ്, വലിയ പ്രയാസകരമായാണ്. അവർ വൃദ്ധരാകുമ്പോഴേക്കും അവരെ എല്ലാവരും വീട്ടുകാർ, കുടുംബക്കാരെല്ലാം അവഗണിക്കാൻ തുടങ്ങും. ആദ്യകാലത്ത് നല്ല സന്തോഷകരമായ നിമിഷത്തിൽ അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ, അവരോട് സംസാരിക്കാൻ കുടുംബക്കാർ, നാട്ടുകാർ, കൂട്ടുകാർ, പള്ളി കമ്മിറ്റിക്കാർ, ജമാഅത്തുകാർ, പിരിവിന് എല്ലാത്തിനും ഉണ്ടാകും. ഈ പിരിവിന് പോയവരുണ്ടാവില്ല, ആരും പിന്നെ ഉണ്ടാവില്ല, പിന്നെ ഒറ്റപ്പെടേണ്ടത് വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തണം. അതോടൊപ്പം ഈ കല്യാണത്തിൻ്റെ പേരിലും അനാവശ്യമായ വിഷയത്തിലൊക്കെ നമ്മുടെ ഭാര്യമാർ, അതുപോലെ സഹോദരിമാർ നാം ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മുടെ ഭർത്താക്കന്മാർക്ക് നല്ല ബോധമുള്ളവരായി നാം അവരെ വളർത്തേണ്ടതും, അതുപോലെ അവർക്ക് സാമ്പത്തികമായ വിഷയത്തിൽ അവർ ധൂർത്തടിക്കുമ്പോൾ അതിനെതിരെ നമ്മുടെ മക്കൾ അല്ലെ നമ്മുടെ പെൺമക്കൾ വാപ്പയോട് അത് വേണം ഇത് വേണം, പാവം അവിടെ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് അയക്കുന്നത്, പിന്നെ ആ കടം വീട്ടാൻ ആ വാപ്പപ്പെടുന്ന പെടാപ്പാടുണ്ടല്ലോ, അത് ഈ മക്കൾക്കോ കുടുംബത്തിനൊന്നും അറിയില്ല. അവസാനം ഒരു 6 മണ്ണ് പോലും കിട്ടാതെ വൃദ്ധസദനങ്ങളിൽ
അവസാനം ജീവിതം കളയുന്ന എത്രയെത്ര കുടുംബങ്ങളാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നല്ല ജീവിതം ഓരോരുത്തർക്കും അള്ളാഹു നൽകട്ടെ. ഇങ്ങനെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ദുഃഖകരമായ സംഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവൻ നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.